കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽക്കാലമായി റബ്ബർ ടാപ്പിംഗ് ഇപ്പോൾ വേനൽക്കാലത്ത് നിർത്തണോ വേണ്ടയോ എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പല കർഷകരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയവരുമുണ്ട്, എന്നാൽ നിർത്താതെ ഇപ്പോൾ തുടരുന്നവരുമുണ്ട്. പലരും നേരത്തെ നിർത്തിപ്പോയവർ ഇപ്പോൾ വില കൂടിയെന്നും പറഞ്ഞ് ഇപ്പം ടാപ്പിംഗ് വീണ്ടും തുടരുന്നവരുണ്ട്. വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ടാപ്പിംഗ് നിർത്താതെ തുടരുകയാണെങ്കിൽ പിന്നീട് ഉൽപാദന സമയത്ത് പാൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ റബ്ബർ മരം തളുക്കുന്ന സമയമാണ്. ഇപ്പോൾ തളിരിലകൾ വരുന്നുണ്ട്, വന്നത് പോയതുകൊണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം തളിരില വന്നത് പോയത് അത്രമാത്രം റബ്ബറിന് ക്ഷീണമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും തളിരില ഇനി വരണമെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം ഒരു 2 ആഴ്ച കൂടെ കഴിയണം. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളം മഴ പെയ്യാതിരുന്നാലെങ്കിൽ മാത്രമേ ഈ ഇല ശരിയായിട്ട് വരികയുള്ളൂ. റബ്ബറില തളുക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലായിരിക്കും ചെറിയ ചാറ്റൽ മഴ പെയ്യും. പിറ്റേന്ന് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ ഇല പൊള്ളി പോകുന്നതായിട്ടാണ് കാണുന്നത്. പൊള്ളി എന്നിട്ട് കൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ 2 തരം ടാപ്പിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്: സീസൺ ടാപ്പിങ്ങും സാധാരണ ടാപ്പിങ്ങും. സാധാരണ ടാപ്പിംഗ് എന്ന് പറയുന്നത് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ടാപ്പിംഗ് തുടങ്ങിയിട്ട് ജനുവരിയിൽ ടാപ്പിംഗ് നിർത്തുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ടാപ്പിംഗ് തുടങ്ങിയിട്ട് മെയ് 31 അവസാനിക്കുന്ന സീസൺ ടാപ്പിംഗ്. ഈ വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം തളുക്കുന്ന സമയമാണ്. ഇപ്പോൾ തളുക്കുന്ന സമയത്ത് ഈ റബ്ബർ മരത്തിൻ്റെ പാല് മൊത്തം മുകളിലോട്ടാണ് വലിക്കുന്നത്. അപ്പം ഈ പാല് ഇല നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഉള്ള പാലും കൂടെ ഊറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇല നല്ല ഇതായിട്ട് ആരോഗ്യകരമായിട്ട് കയറി വരാൻ സാധ്യത വളരെ കുറവാണ്. അഥവാ നമ്മൾ ഈ തളുക്കുന്ന സമയത്ത് ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഈ തളിരിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ പാലിന് ഒട്ടും DRC കാണുകയില്ല. ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ടാപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് നല്ല ചൈന ക്ലേ അടിച്ച് നല്ല പട്ടയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ പട്ട വെടിച്ച് കയറാൻ സാധ്യതയുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് പട്ടയിലോട്ട് അടിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇല തളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല. ഈ സമയങ്ങളിൽ റബ്ബറിൻ്റെ കാർഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. റബ്ബറിൻ്റെ കാർഡ് എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ജൂൺ മാസം മുതൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെയൊക്കെ കാർഡ് എടുക്കാം. അതിനുശേഷം ഈ വേനൽക്കാലം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പന്ന വേരിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, റബ്ബറിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം ഈ കാർഡ് നിൽക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അതിനുശേഷം മഴയൊക്കെ പെയ്തതിന് ശേഷം ബാക്കി കാർഡുകളൊക്കെ എടുത്തിട്ട് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിലരുടെ സംശയം ഈ വേനൽക്കാലത്ത് റബ്ബറിന് വളം കൊടുക്കണമെന്നോ. വളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ജൈവവളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പശുവിൻ്റെ ചാണകം കിട്ടുകയാണെങ്കിൽ അത് ഒരു റബ്ബറിന് 5 കിലോ വെച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് 4 മരം ചേരുന്നിടത്ത് നമുക്കൊരു 20 കിലോ കരിയിലേക്കൊന്ന് മാറ്റിയിട്ട് ഈ ചാണകം ഇട്ടിട്ട് വീണ്ടും കരിയിലെ അങ്ങോട്ട് നീക്കി ഇടാവുന്നതാണ്. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വളം പിടിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നീട് ഈ റബ്ബർ മരത്തിന് നല്ല പാല് കിട്ടും. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്താതെ ടാപ്പിംഗ് മുന്നോട്ട് പോകുന്നവർക്ക് എങ്ങനെ ആയാലും ഒരു മാർച്ച് പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും പാലില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും. പിന്നെ അവർ നിർത്തേണ്ടതായിട്ട് വരും. എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ജൂൺ മാസം വെട്ടുമ്പോഴായിരിക്കും ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജനുവരി 31 ടാപ്പിംഗ് നിർത്തിയവർക്ക് ഒരു ഏപ്രിൽ മെയ് മാസം ടാപ്പിംഗ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പാലുൽപാദനമായിരിക്കും. അപ്പോൾ മെയ് മാസമൊക്കെ ടാപ്പിംഗ് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു വളം ഇട്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ ടാപ്പിംഗ് തുടങ്ങേണ്ടത്. ഒരു വർഷം നമുക്ക് ടാപ്പിംഗ് ചെയ്യുന്ന മരത്തിന് 900 ഗ്രാമാണ് ഇടേണ്ടത്. 300 ഗ്രാം വെച്ച് തുല്യ ഗഡുക്കളായിട്ട് ഇട്ടാൽ മതി. വളം എല്ലാം ഒന്നിച്ച് ഒറ്റ പ്രാവശ്യമായിട്ട് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടരുത്. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ റബ്ബറിൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ആരും ചെയ്യുന്നുമില്ല. അങ്ങനെ കിട്ടിയാൽ കൊള്ളാം. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ റബ്ബർ മരം ഇല പൊഴിച്ചിരിക്കുന്നത് അതിൻ്റെ ചോട്ടിലെ ആ പന്ന വേരുകൾക്ക് ഒരു തണലും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ചിരണ്ടി വൃത്തിയാക്കരുത്. തൂമ്പ വെച്ച് ചിരണ്ടി വൃത്തിയാക്കരുത്. അപ്പോൾ ഈ പന്ന വേര് പോവുകയും ചെയ്യും. റബ്ബറിൻ്റെ വേരിന് കൂടുതൽ ചൂടടിക്കാൻ കാരണമാകും. ഇപ്പോൾ ഈ സമയത്ത് തൂമ്പ വെച്ച് ചിരണ്ടരുത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചിരണ്ടി വൃത്തിയാക്കുന്നത് കാണാം. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നമുക്ക് ടാപ്പിംഗ് ഒക്കെ നിർത്തി വെയിറ്റ് ചെയ്യാം. ഇലയൊക്കെ വന്ന് മുറ്റിയിട്ട് ഒരു 3-4 മഴയൊക്കെ പെയ്തിട്ട് മരം ഒന്ന് തണുത്തതിന് ശേഷം ടാപ്പിംഗ് തുടരുമ്പോൾ പാല് കൂടുതൽ കിട്ടും. റബ്ബറിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. റബ്ബർ ഷീറ്റിന് ക്ഷാമമാണ്. റബ്ബർ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോസും കാർഷിക വിളകളുടെ വിലയും കൃത്യമായി അറിയാൻ കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.